ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് മറ്റൊരു MCQവുമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഫിസിയോളജിയിലെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നത് C3 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ്, C4 പാത്വേ, C3 പാത്വേ, ഫോട്ടോ റെസ്പിറേഷൻ അല്ലേ, അതുപോലെ ക്രാൻസ് അനാട്ടമി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. A plant is shifted from normal atmospheric conditions to an environment with very high oxygen concentration, while carbon dioxide concentration remains unchanged. What will be the immediate effect on photosynthesis? Options: increase in Calvin cycle activity, increase in photorespiration leading to reduced photosynthesis, complete inhibition of rubisco activity, enhanced regeneration of RUBP. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അൺചേഞ്ച്ഡ് ആണ്, പക്ഷേ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഒത്തിരി കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ മീസോഫിൽ സെല്ലുകളുടെ അകത്ത് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രോമയിലുള്ള റുബിസ്കോയുടെ ചുറ്റും ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഓക്സിജൻ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ആരുടെ? റുബിസ്കോയുടെ അല്ലേ. അപ്പോൾ റുബിസ്കോയുടെ കാർബോക്സിലേഷൻ ആക്ടിവിറ്റി നിന്ന് പോയിട്ട് അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ആയിട്ട് അതൊരു ഓക്സിജനേസ് എൻസൈമായിട്ട് മാറുവാണ്. അങ്ങനെ RUBP പ്ലസ് ഓക്സിജൻ എന്നുള്ള റിയാക്ഷനെ അത് കാറ്റലൈസ് ചെയ്യുകയും ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രോസസ്സ്, ഒരു വലിയൊരു സൈക്ലിക് പ്രോസസ്സ് C3 പ്ലാന്റ്സിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും നമുക്ക് അത്രയും ഒരു തിയറി അറിഞ്ഞു വെച്ചിട്ട് വേണം ഓപ്ഷൻസ് നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാൽവിൻ സൈക്കിൾ ആക്ടിവിറ്റി കൂടുന്നോ, റുബിസ്കോ കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റഡ് ആകുന്നോ, അല്ല, റുബിസ്കോ കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റഡ് ആകുന്നില്ല, അതൊരു ഓക്സിജനേസ് എൻസൈമായിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ ആൻസർ ഏതായിരുന്നു? സെക്കൻഡ് ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഇതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, തിയറി നമ്മൾ വെറുതെ കാണാതെ പഠിച്ചാൽ പോരാ, അതിൻ്റെ കോൺസെപ്റ്റുകൾ നല്ലതുപോലെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ പ്യുവർ NCERT ആണ്, NCERT ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ സെൻറ്റൻസുകൾ വായിച്ച് അതിൻ്റെ മലയാളം മീനിങ് മാത്രം അറിഞ്ഞു വെച്ചാൽ പോരാ. അതിൻ്റെ ശരിക്കുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്, അത് ചാപ്റ്ററിലെ പല പല കോൺസെപ്റ്റുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, ആ രീതിയിൽ എല്ലാ വശങ്ങളിലൂടെയും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത് നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിലെ എന്തെങ്കിലും കോൺസെപ്റ്റുകളുടെ ഡൗട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.